നമുക്കൊരു ഷർട്ട് കോളർ ചെയ്താലോ? ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷർട്ട് കോളർ തയ്ക്കുമ്പോൾ കൂടുതലായിട്ട് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്ന്. അപ്പോൾ നമുക്ക് അളവൊന്നും നോക്കാണ്ട് ഒരു ഷർട്ട് കോളറിൻ്റെ ഒരു പാറ്റേൺ അങ്ങോട്ട് വെട്ടിയിട്ട് നമുക്ക് തയ്ക്കാം. എങ്ങനെ അത് ഫിനിഷിങ്ങിൽ തയ്ക്കാൻ പറ്റും എന്ന് നമുക്ക് നോക്കിയാലോ? ഓക്കെ, അതിന് വേണ്ടി ഞാനിപ്പോൾ ഒരു അളവ് വെട്ടാൻ പോവുകയാണ്. അതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം, എന്നിട്ട് നമുക്ക് കോളർ തയ്ക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ദേ ഒരു പീസ് എടുത്തിട്ടുണ്ട്, ഡബിളായിട്ട് ഫോൾഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ രണ്ടായിട്ട് മടക്കുക. ഇത് ജസ്റ്റ് ഇത് കാണിക്കാൻ വേണ്ടി മാത്രം ചെയ്യുന്നതാണ് കേട്ടോ, അല്ലാണ്ട് ഇതൊരു അളവൊന്നുമല്ല. എങ്കിലും ഈ ഒരു അളവ് നമുക്ക് ചെയ്യാം. എന്നിട്ട് ഞാൻ ചോക്കെടുത്തു, ഷോൾഡർ വരയ്ക്കുവാണ്. ഷോൾഡർ നോർമൽ ഷോൾഡർ 7.5 കേട്ടോ, ഒരു ലാർജ് 7.5. നെക്ക് വിത്ത് 2.5. നമുക്ക് വൈഡ് നെക്കാണ് വേണ്ടത് കേട്ടോ, 2.5. നമ്മളിവിടുന്ന് 1.5 ഇഞ്ച് എന്ത് ചെയ്യുക, സ്ലോപ്പ് കട്ട് ചെയ്യുക ഷോൾഡർ കേട്ടോ. അതൊക്കെ അറിയാലോ, എപ്പോഴും നമ്മൾ കോളർ ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ സ്ലോപ്പ് കട്ട് ചെയ്യണം കേട്ടോ. അത് എന്നാലേ നമ്മൾ അല്ലെങ്കിൽ ഷോൾഡർ പൊങ്ങിയിരിക്കും. പിന്നെ ഇത് ഞാനൊരു 8 എടുത്തിട്ടുണ്ട് കേട്ടോ, 8 അല്ലെങ്കിൽ 7 എടുക്കാം. ഞാൻ 8 എടുത്തിട്ടുണ്ട്. എന്തിനാണെന്ന് വെച്ചാൽ 8.5 അപ്പോൾ സ്ലോപ്പ് കട്ട് ചെയ്യണതിൻ്റെ അവിടെയാണ് നമ്മൾ 8 എടുക്കുന്നത് കേട്ടോ. എനിക്ക് ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ കൂടുതൽ എടുക്കാറുണ്ട് ആം ഹോള്. എനിക്ക് അധികം ടൈറ്റ് ഇഷ്ടമല്ല. അപ്പോൾ ജസ്റ്റ് എടുക്കുക. 1/10 ആണ്, ലാർജ് സൈസല്ലേ 10 തയ്യൽ തുമ്പ്. ഓക്കെ, ഇത്രയൊക്കെ എടുത്തേക്കുന്നത്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇത് ബാക്ക് നെക്കാണ് വെട്ടുന്നത് കേട്ടോ. ഫ്രണ്ട് ഓപ്പൺ വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളിവിടുന്ന് കുറച്ച് നീക്കിയിട്ട് ചെയ്യുക. ഓപ്പൺ വേണമെങ്കിൽ ഞാനിപ്പോൾ ഓപ്പൺ ഇല്ലാതെ ഷർട്ട് കോളർ ചെയ്താലോ? അതെ, ബാക്കും ഫ്രണ്ടും ഒരേപോലെ വെട്ടിയേക്കണം കേട്ടോ. ജസ്റ്റ് ഞാൻ ഒരു ഷേപ്പൊന്നും നോക്കുന്നില്ല. യോക്ക് ലെങ്ത് എത്ര ഉണ്ടെന്ന് നോക്കാം. 15 ഉണ്ട്. ഇപ്പം നമുക്ക് വേണമെങ്കിൽ വേറെ ഏതൊരു പീസ് അറ്റാച്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ അറ്റാച്ച് ചെയ്യാം. അപ്പോൾ ഇതേ ബാക്ക് നെക്ക് വെട്ടി. ഓക്കെ, ഇനി ഫ്രണ്ട് നെക്ക് വെട്ടാൻ പോകണ്ട. ഇതാണ് നമ്മുടെ അളവ്. ഫ്രണ്ട് നെക്ക് എപ്പോഴും എന്ത് ചെയ്യണം, ബാക്ക് നെക്കിനേക്കാളും ഷോൾഡർ കുറച്ച് ഇറക്കി വെട്ടണം. ഞാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ, അല്ലെങ്കിൽ ബാക്കിലേക്ക് ഇതേ ഇറങ്ങിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആം ഹോൾ എന്ത് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആം ഹോള് നമ്മൾ ഫ്രണ്ട് ഇങ്ങനെ കുഴിച്ച് വെട്ടുക. ഇവിടെ വരെ വെട്ടാൻ പാടുള്ളൂ ഫ്രണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ശരിയായില്ലേ? ഇനി നമ്മുടെ ഫ്രണ്ട് ഇത് നമ്മുടെ നോർമൽ നെക്ക് ലെങ്ത് എത്രയാണ്? നമ്മൾ നോർമൽ നെക്ക് ലെങ്ത് നമുക്ക് വേണ്ടത് 7ഒക്കെയാണ്. 8 എടുക്കാം. ഓക്കെ, 8ൽ 5 വരെ നമ്മുടെ എന്താണ് കോളറിൻ്റെ ഇത് കേട്ടോ. അപ്പോൾ കോളർ ഇങ്ങനെ വരയ്ക്കുന്നത്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, കോളർ നമുക്ക് ഹാഫ് കോളർ വരക്കാം കേട്ടോ, ഷർട്ടിനല്ലേ. അതായത് ഇതേ നമ്മുടെ ടോട്ടൽ ഇത് 2.5 എടുക്കുക. അതിൽ ഇത്രയും വരക്കുക. അതിൽ 5 ഇഞ്ച് നമ്മുടെ ഷർട്ട് കോളറിൻ്റെ ഇത്. ഓക്കെ, ഇപ്പം നമ്മൾ കോളർ വരയ്ക്കാൻ പോണത് ഇവിടം വരെയാണ് വരക്കണം. ഇതേ ഇങ്ങനെ വരക്കുക. എന്നിട്ട് ഇത് നമുക്ക് ഇവിടെ നിന്ന് എന്ത് ചെയ്യാം, സ്ലോപ്പ് ചെയ്യാം. മനസ്സിലായോ? ഇങ്ങനെ വരക്കുക. എന്നിട്ട് നമുക്കിത് വെട്ടിയെടുക്കാം. ഇവിടെ നിന്ന് ഇങ്ങനെ വെട്ടിയെടുക്കുക. ഷർട്ട് കോഡ് വരുന്നത് ഇവിടെ വരെ വന്നാൽ മതി കേട്ടോ. ഓക്കെ, വര മനസ്സിലായോ? ഞാൻ വരച്ചിട്ട് മനസ്സിലായെങ്കിൽ പറയണം കേട്ടോ. വരയ്ക്കുക. ഇപ്പം ശരിയായല്ലേ? ഓക്കെ, അപ്പോൾ നമ്മുടെ കണ്ടോ, ഈ ഒരു ഫിഗറിൽ വന്നത് കണ്ടല്ലോ, നെക്ക് വന്നത് ഈ ഒരു ഫിഗറിലാണ് കണ്ട. അപ്പം നമ്മുടെ കോളർ ഇങ്ങനെ മടങ്ങിയിരിക്കും കണ്ടോ. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പോൾ ഇതാണ് ഇത്. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണ്, കോളർ വെട്ടിയെടുക്കാം.
നമ്മൾ ജസ്റ്റ് ഒരു അളവ് എടുത്താലോ, കോളറിൻ്റെ അളവ് ജസ്റ്റ് എടുക്കാം. നമുക്ക് ഇവിടെ നിന്ന് ഇതൊരു പീസ് വെച്ച് നമ്മൾ മറിച്ചടിക്കണം കേട്ടോ, എന്നാലേ കോളർ ശരിയാവുള്ളൂ. അപ്പോൾ നമ്മൾ കോളറിൻ്റെ അളവ് എടുക്കാം കേട്ടോ. കോളറിൻ്റെ അളവ് ജസ്റ്റ് എടുക്കുന്നതിന് എത്രയുണ്ടെന്ന് നോക്കാം. തയ്യൽത്തും ഇവിടെ 5.5 ഉണ്ട്. 5.5 എന്ന് പറയുമ്പോൾ 11. ബാക്ക് പീസ് എത്ര ഉണ്ടെന്ന് നോക്കട്ടെ. ബാക്ക് പീസിൻ്റെ അളവ് 3, അപ്പോൾ 6. അപ്പോൾ 11 6 എത്രയാണ്? അപ്പോൾ 17 ഇഞ്ച് കേട്ടോ. അപ്പോൾ ടോട്ടൽ 17 ഇഞ്ചാണ് നമ്മുടെ എന്ത് വരുന്നത്, നെക്കിൻ്റെ കോളറിൻ്റെ ലെങ്ത്ത് വരുന്നത്. അപ്പം നമുക്ക് 17 ഇഞ്ചിൻ്റെ കോളർ വേണം. ടോട്ടൽ 17 ഇഞ്ചാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ വെറുതെ ഇങ്ങനെ വെട്ടാൻ പോവാണ്. വെറുതെ ഒരു 17 ഇഞ്ചൊന്നുമല്ല, അങ്ങ് ചുമ്മാ ഒരു വെട്ടണേ കേട്ടോ. ഞാൻ 2ആയിട്ട് മെറ്റീരിയൽ എടുത്തു. അപ്പോൾ നമുക്ക് വേണ്ട 17 ഇഞ്ചല്ലേ, നമുക്ക് കൂടുതൽ എടുക്കാം കേട്ടോ. 17 എന്ന് പറയുമ്പോഴത്തേക്ക് 8 8 17. നമുക്ക് ഞാൻ 10 എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കൂടുതലാണ്. 10 എടുത്ത് ഇങ്ങനെ വരച്ചു, കോളർ വരച്ചു. ഇങ്ങനെ ഒരു കോളർ ഇങ്ങനെ വരച്ചു. അത് 2ആയിട്ട് എടുക്കാൻ പോവാണ്. നമുക്ക് 2 കോളർ വേണ്ടേ. അപ്പോൾ 2 കോളർ വേണം. ഇങ്ങനെ 2 കോളർ എടുക്കണം കേട്ടോ. സിമ്പിൾ മെത്തേഡാണ് കാണിച്ചു തരുന്നത് കേട്ടോ. കോളറിന് നീളം കൂടുതലാണല്ലോ, കണ്ടില്ലേ? കോളറിന് നീളം കൂടുതലാണ്. അപ്പോൾ നീളത്തിൽ ഇങ്ങനത്തെ ഒരു പീസ് എടുത്തു കണ്ടോ. അപ്പോൾ ഈ ഒരു പീസാണ് നമ്മുടെ കോളർ അറ്റം വരുന്നത്. ഇതിവിടെയാണ് നമ്മൾ പിടിപ്പിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ 2 പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൽ സ്റ്റിഫ് ഒന്നും വെക്കാത്ത കോളറാണ് ഞാൻ ചെയ്യുന്നത്. ഒന്നും ചെയ്യുന്നില്ല, സ്റ്റിഫ് വെക്കാത്ത കോളറാണ്. ഇനി ഇത്തിരി കട്ടി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലത്തെ ഒരു പീസ് വെട്ടിയെടുക്കാം. എന്നാലും ഞാൻ സ്റ്റിഫ് വെക്കാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് സ്റ്റിഫ് വെക്കുമ്പോൾ കോളർ ഇതിന് വടി പോലെ ഇരിക്കും. എനിക്ക് അങ്ങനെ വെക്കണം. എനിക്ക് തളർന്ന് കിടക്കുന്ന കോളറാണ് ഇഷ്ടം. ആണുങ്ങളുടെ കോളർ ഇരിക്കുന്ന പോലെ ഇങ്ങനെ തടിയും കോളർ എനിക്ക് ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ വേണമെങ്കിൽ നമുക്ക് ഇച്ചിരിയും കൂടി കട്ടി വേണം എന്നുള്ള ആൾക്കാർക്കാണെങ്കിൽ നമ്മൾ ഒരു പീസും കൂടി ഇതുപോലെ വെട്ടിടുക. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഈ ഒരു പീസോ അല്ലെങ്കിൽ ഉള്ളിൽ വെക്കാനുള്ള പീസ് ആയതുകൊണ്ട് ഏതെങ്കിലും ഒരു കളർ ട്രാൻസ്പെറൻ്റ് ആയിട്ട് പുറത്ത് കാണാൻ പറ്റാത്ത ഏത് കളർ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. ബ്ലാക്കോ വൈറ്റോ പുറത്ത് കാണരുത്. ബ്ലൂവിൻ്റെ അടിയിൽ ഇത് കാണാത്തതാണ് ബ്ലാക്ക് ഇടാൻ പറ്റും. ഇനി വല്ല നമുക്ക് വേണമെങ്കിൽ മറ്റേ അജ്രക്കിൻ്റെ വല്ല പീസ് ഉണ്ടെങ്കിൽ അത് എടുക്കാൻ പറ്റും. കോട്ടൺ പീസ് ഉണ്ടെങ്കിൽ അതിടാം. എന്ത് വേണമെങ്കിൽ നമുക്കിടാം. അപ്പോൾ ഞാനിപ്പോൾ 1 2 3 പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ 3 പീസ് നമുക്ക് എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. ഇപ്പം നമ്മൾ ഈ 2 പീസ് നമ്മൾ ഫ്രണ്ട് ബാക്ക്. ഇനി നമ്മുടെ ഫ്രണ്ടിൻ്റെ ഈ ഒരു പോയിൻ്റ് ഉണ്ടല്ലോ, അതായത് ഈ ഒരു പീസിൻ്റെ അവിടെ വെക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്നേ നമ്മൾ പീസ് വെക്കണതാണ് നല്ലത്. അപ്പോൾ നമുക്കൊരു കട്ടി ഉണ്ടാവും. ഇതേപോലത്തെ ഒരു പീസ് തന്നെ നമുക്ക് വെട്ടിയെടുക്കാം. ഓക്കെ, അതിൻ്റെ നീളം വീതിയുള്ള ഒരു പീസ് നമുക്ക് വെട്ടിയെടുക്കാം. ഇതിൽ നിന്ന് നമുക്കൊരു വീതിയുള്ള ഒരു നീളത്തിലുള്ള പീസ്. ഈ മെറ്റീരിയൽ ക്രേപ്പാണ് കേട്ടോ. അപ്പോൾ ബാലൻസ് പീസ്, ലൈനിങ് പീസ് ബാലൻസ് വന്നതുകൊണ്ടാണ് ഞാൻ ഇട്ട് കാച്ചുന്നത്, ഇട്ട് വരുന്നത്. അപ്പോൾ ഇത് വെട്ടി എടുത്തു. ഇനി നമുക്കിതെങ്ങനെയാണ് ചെയ്യേണ്ടത്, തയ്ക്കുന്നത് നോക്കാം. ഓക്കെ, ഞാനിവിടെ ഇച്ചിരി വെള്ള നൂല് തന്നെയാണ് വെച്ചാൽ. വെള്ള നൂലാകുമ്പോഴേ എനിക്ക് എല്ലാവർക്കും കാണാൻ പറ്റും. അപ്പോൾ ആദ്യം തന്നെ എന്താ ചെയ്യുക, ഷോൾഡർ ജോയിൻ ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ ഈ ഒരു വി പോർഷനില്ലേ, ഇത് നമുക്ക് നമ്മുടെ മറ്റേ പീസ് വെച്ചിട്ട് നമുക്ക് മറിക്കാം കേട്ടോ. അപ്പം ഞാൻ നേരത്തുള്ള പീസ് എടുത്തിട്ടുണ്ട്, അത് വെച്ച് ഞാൻ മറിക്കാൻ പോവാണേ. തെന്നിപ്പോയാലോ, പിന്നി കുത്തി വെക്കാട്ടോ, അല്ലെങ്കിൽ തെന്നിപ്പോയാലോ. അപ്പം എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്ക് ഈ ഭാഗം മാത്രമാണ് അടിക്കേണ്ടത്. അതായത് ഈ ഓപ്പൺ ചെയ്യാൻ നമുക്ക് ഭാഗം മാത്രം അടിച്ചാൽ മതി. ഈ ഭാഗം ഒന്നും അടിക്കണ്ട. ഓക്കെ, നമുക്കത് അടിച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കിത് എക്സസ് എല്ലാം വെട്ടിക്കളയാം.
ഓക്കെ. എന്നിട്ട് നമുക്കിത് മറിക്കാം. എന്നിട്ട് ഇത് കംപ്ലീറ്റ് ഷോൾഡർ എന്നിട്ട് നമുക്കുള്ളിൽ ഭംഗിയിൽ നമുക്കിത് കട്ട് കളയാം. എന്നിട്ട് നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഷോൾഡർ പിടിപ്പിക്കാം. ഷോൾഡർ പിടിപ്പിക്കാം കേട്ടോ. ഷോൾഡർ ജോയിൻ ചെയ്യാം. അതിൽ നമ്മുടെ ഇട്ടേ സെൻറ്ററിൽ പോയിൻ്റ് ആണുണ്ടോ, ഈ പോയിൻ്റ് അങ്ങനെ കിടപ്പുണ്ട്. എന്നിട്ട് നമുക്ക് ചെയ്യേണ്ടതാണ് ഇനിയാണ് നമ്മൾ സിമ്പിളായിട്ട് കോളർ പിടിപ്പിക്കണതിൻ്റെ ഒരു സംഭവം കാണിക്കാൻ പോകണം. ഓക്കെ, നമ്മുടെ കോളർ എടുക്കാം. നമ്മൾ ഇത്ര പീസ് വെച്ചിട്ടുണ്ട്, 3 പീസ് എടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഒരു പീസ് നമ്മൾ ഇതിലേക്ക് അറ്റാച്ച് ചെയ്ത് ഇതിന് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് ഇതിന് അറ്റാച്ച് ചെയ്ത് ഫിക്സ് ചെയ്ത് വെക്കാം. ഞാൻ പീസ് ഒന്ന് ഫിക്സ് ചെയ്ത് ഞാൻ അടിച്ചോ കേട്ടോ. നൂറ് വേറെ നോക്കിയില്ല. ചെയ്യുന്നുണ്ട് 100 ആവശ്യമില്ല. എന്നിട്ട് അടിച്ചു കഴിഞ്ഞു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം, സെൻറ്ററിൽ ഈ ഭാഗമാണ് നമ്മൾ സ്ട്രെയിറ്റ് ഉള്ള ഭാഗമാണ് പിടിപ്പിക്കേണ്ടത്. സ്ട്രെയിറ്റ് നമ്മളിങ്ങനെ നോട്ടെടുത്തു കേട്ടോ. ദേ നോട്ടെടുത്തു. സെയിം തന്നെ നോട്ടെടുത്തു. നമ്മൾ രണ്ടും ഇത് ഒന്നും ചെയ്തിട്ടില്ല. ഇനി നമ്മൾ ഇതിലേക്ക് അങ്ങ് പിടിപ്പിക്കാം കേട്ടോ. നമ്മൾ ഇത് പിടിപ്പിക്കാൻ പോകണം. അതെ, ഈ നോട്ടിൻ്റെ ഭാഗം ഇതുമായിട്ട് പിടിപ്പിക്കാൻ വേണ്ട. ഓക്കെ, ശ്രദ്ധിച്ചേരണേ എല്ലാവരും. കണ്ടില്ലേ, ഇത്രയും ഭാഗം കൂടുതലാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ വെച്ചിട്ട് ഇത് ക്ലോസ് ചെയ്തു. ഓക്കെ, സെയിം തന്നെ അപ്പുറത്തും ക്ലോസ് ചെയ്യാം കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, നമ്മുടെ കോളറിൻ്റെ ഇത്രയും ഭാഗം കൂടുതലാണ്.
അപ്പം നിങ്ങൾ വിചാരിക്കും ഇതെന്തൊന്ന് കോളറാണ് വിചാരിക്കുന്നില്ലേ? ഇനിയാണ് നമ്മുടെ ട്വിസ്റ്റ് വരുന്നത്. അതായത് ഈ ഭാഗം ഉള്ളിൽ പോകേണ്ട ഭാഗമാണ്, ഇതാണ് നമുക്ക് കാണേണ്ട ഭാഗം. ഈ കാണേണ്ട ഭാഗത്തേക്ക് നമ്മുടെ മറ്റേ പീസുകൾ എടുത്ത് വെക്കുക. ദേ ഈ ഭാഗം കണ്ട, ഇതാണ് സെൻറ്റർ. ദേ ഇതുപോലെ അങ്ങോട്ട് ഒപ്പം വെച്ച് ജോയിൻ ചെയ്യാം. നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ ദേ നമ്മുടെ ഇവിടെയാണ് നമുക്ക് കോളർ വരേണ്ടത്. ഈ ഭാഗം വെച്ചിട്ട് വേണം നമുക്ക് ഇതിങ്ങനെ ജോയിൻ ചെയ്യാൻ. കണ്ടോ, ഇവിടെ നിന്ന് എന്തോരം വേണം, ഇത്രയും ഭാഗം നമുക്ക് കൂടുതല, ആ കൂടുതലുള്ള ഭാഗം വെച്ച് ഇങ്ങനെ വേണം നമുക്ക് കോളർ ചെയ്യാൻ. ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ഒപ്പം വെക്കുക. ദേ ഒന്നുകിൽ ഇത് ഉള്ളിലേക്ക് ഇങ്ങനെ മടക്കിയിട്ട് ഇതിൻ്റെ അകത്തേ ഇതിങ്ങനെ മടക്കി വെക്കുക. ഉണ്ടോ? അപ്പോൾ നമുക്ക് സുഖമായിട്ട് ചെയ്യാൻ പറ്റും. കണ്ടോ, സെൻറ്റർ ഇപ്പോൾ കാണാൻ പറ്റും. ദേ നോട്ടിട്ട് കൊടുക്കുക, അതായത് കെട്ടിയിട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ കോളറിൻ്റെ ഒപ്പം വെക്കുക, സെയിം അടിക്കുക. ഇനി പോയിന്റ് ഇടുക. ഇതേ കണ്ട, ഇത്രയും ഭാഗം നമുക്ക് ആവശ്യമില്ല. ഓക്കെ, എന്നിട്ട് ഇത് സെയിം ഒപ്പം വെക്കുക, അടിക്കുക. ഭയങ്കര സിമ്പിൾ മെത്തേഡാണ്. അളവെടുക്കണ്ട, അതേപോലെ ഒന്നും ചെയ്യണ്ട. അതെ, ഇവിടെ ചെയ്യാം. ഇവിടെ എന്തോരം കോളർ ഇത്രയും കണ്ടോ, ഇത്രയും നമുക്ക് കൂടുതലാണ്. അത്രയും ഭാഗം കൂടുതലെന്ന് പറയുമ്പോൾ ഇവിടെ വന്ന് നിൽക്കും. ഉണ്ടോ, ഇത്രയും നമുക്ക് കൂടുതലാണ്. അതായത് നമുക്ക് ഇത്രയും മെറ്റീരിയൽ വേണ്ട. അപ്പോൾ നമ്മൾ ഇവിടെ വന്ന് കോളർ ഇവിടെ വെച്ച് നിർത്താം നമുക്ക് കേട്ടോ. ഓക്കെ, ഏത് കൊച്ചു കുട്ടിക്കും തയ്യൽ അറിയാൻ പാടാത്തവർക്ക് ഇത് ചെയ്യാൻ പറ്റും. എന്നിട്ട് നേരത്തെ മടക്കിയ പോലെ തന്നെ ഇതും ഇങ്ങനെ മടക്കുക. രണ്ടും പുറത്തോട്ട് മടക്കുക, രണ്ടും പുറത്തോട്ട് മടക്കി വെക്കുക. ഓക്കെ, കട്ട് ചെയ്യാം. അതിൻ്റെ എക്സ്ട്രാ ഉള്ളതാണ് നമുക്ക് കട്ട് ചെയ്ത് കളയാം കേട്ടോ. രണ്ട് സൈഡിൽ എക്സ്ട്രാസ് ഉണ്ടല്ലോ, കട്ട് ചെയ്ത് കളയാം. പിന്നെ നമുക്ക് ഇതിവിടെ കട്ടി കൂടുതലാണെങ്കിൽ ഇവിടെ ഇതുകൊണ്ട് കട്ട് ചെയ്ത് കളയാം കേട്ടോ. കൂടുതലുള്ളതെല്ലാം കട്ട് ചെയ്ത് റിമൂവ് ചെയ്ത് കളയാം. ഓക്കെ, ഇനിയാണ് നമ്മുടെ ഇതിങ്ങനെ കോളർ പുറത്തോട്ട് മറിക്കുക. എഡ്ജ് കിട്ടാനാണെങ്കിൽ ചെറിയൊരു പിന്നെടുക്കുക. ഈ എഡ്ജ് പുറത്തോട്ട് മറിക്കെടുക്കുക. കണ്ട, സെയിം പുറത്തോട്ട് എഡ്ജ് എടുത്ത് ഇങ്ങനെ ഓക്കെ മറിക്കുക. എന്നിട്ട് എന്താ ചെയ്യണ്ടേ? എന്നിട്ട് നമ്മുടെ ഇതെല്ലാം ഉള്ളിൽ പോയില്ലേ, ഈ ഉള്ളിൽ പോയിട്ട് നമ്മൾ മടക്കി അടിച്ചില്ലേ, ആ മടക്കി അടിച്ചത് സെയിം തന്നെ. കണ്ട, എന്തെങ്കിലും കുഴപ്പമുണ്ടോ നോക്കി, സെയിം എടുക്കുക, ഒരേപോലെ വെക്കുക. ആ മടക്കിയത് പോലെ വെച്ച് തന്നെ അങ്ങോട്ട് ചെയ്യാം. സിമ്പിളല്ലേ ചെയ്യാൻ? ഏറ്റവും പ്രധാനം ചെയ്യേണ്ടത് നമുക്ക് സെൻറ്ററിൽ വെച്ച് നിർത്തണം കേട്ടോ. ചിലപ്പോൾ തുണി ചിലപ്പോൾ ഇത്തിരി കുടുങ്ങിക്കിട്ടുണ്ടെങ്കിൽ സെൻറ്ററിൽ കുറച്ച് കൊടുക്കും പറ്റും. അപ്പം നമ്മളിത് വളരെ ശ്രദ്ധയോടുകൂടി അടിച്ചു കൊടുക്കുക കേട്ടോ. സാധാരണ ഞാൻ അടിക്കുമ്പോൾ ഇച്ചിരി ചുളുക്കൊക്കെ വരാറുണ്ട്, പക്ഷേ ഇപ്രാവശ്യം ഞാൻ ചെയ്തിട്ട് ഒട്ടും തന്നെ ചുളുക്ക് വന്നില്ല കേട്ടോ. വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അതിപ്പോൾ ഞാൻ ചെയ്തേക്കുന്ന വെള്ള നൂലായതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ടോ, നല്ല ക്ലീനായിട്ട് കിട്ടുന്നത്. അറ്റത്ത് നല്ല ഒട്ടും ചുളുക്കില്ലാണ്ട് നല്ല ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഏറ്റവും നല്ല മാർഗ്ഗമാണ് ഇങ്ങനെ അടിക്കുന്നത്. പിന്നെ മറ്റേത് നല്ല പ്രൊഫഷണൽ ടച്ചാണ് കേട്ടോ. നമ്മളിങ്ങനെ കൃത്യ അളവെടുത്ത് വെട്ടി പേപ്പർ സ്റ്റിപ്പ് പൊട്ടിച്ച് ചെയ്യുന്നത് ഇത്തിരി പ്രൊഫഷണൽ ടച്ചാണത്. അത്രയും നല്ല ഭംഗിയിലൊക്കെ ചെയ്യുമ്പോൾ ഇനി നമുക്ക് സൈഡിലൊന്ന് പതിച്ചടിച്ച് കൊടുക്കാം. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ തേച്ച് കൊടുത്തിട്ടില്ല. അപ്പോൾ കോളറിൻ്റെ കട്ടിങ്ങിൻ്റെ അവിടെ ഇങ്ങനെ വിടർന്ന് വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ പതിച്ചടിച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ വളരെ സിമ്പിൾ മെത്തേഡാണ് കേട്ടോ എന്ന് ഞാൻ കാണിച്ചത്. ഒരു കൊച്ചു കുട്ടിക്കും ഒരളവും വേണ്ട. ജസ്റ്റ് നമ്മൾ ആ കോളറിൻ്റെ ഷേപ്പ് അങ്ങോട്ട് വെട്ടിയെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് ഈ ഒരു കോളർ ചെയ്യാം. ഇതുപോലെ തന്നെ ചൈനീസ് കോളറും ചെയ്യാൻ പറ്റുമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. ഞാൻ കറക്റ്റ് അളവെടുത്താണ് ചെയ്യുന്നത്. പക്ഷെ അതിലും എനിക്ക് എക്സ്ട്രാ വരാറുണ്ട്, എക്സസ് വരാറുണ്ട് കേട്ടോ. അപ്പോൾ അത് എങ്ങനെ ചെയ്യേണ്ടതെന്ന് അടുത്ത വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ
നമ്മുടെ കോളർ ഏകദേശം കറക്റ്റായി നമ്മുടെ ഫിനിഷായി കിട്ടിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കോളർ. കാണാൻ നല്ല സൂപ്പറല്ലേ? ആണോ? ഈ ഒരു ഫിഗറിലാണ് കിട്ടുന്നത്. ഓക്കെ, ഇത് നമ്മുടെ ഫ്രണ്ട് ഓപ്പൺ അല്ലാതെയുള്ള കുർത്തിക്കൊക്കെ ചെയ്യുന്ന ടൈപ്പിലുള്ള ഒരു കോളറാണോ? കണ്ടില്ലേ? ഷർട്ട് കോളർ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്? അപ്പോൾ ഇട്ട് കഴിയുമ്പോൾ ഇതേ ഇങ്ങനെ വരും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, സൂപ്പറായിട്ടില്ലേ? അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബായ്.